ചിലരൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ ഈ അവസരങ്ങൾ തേടി വരികയല്ല, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അവസരങ്ങൾ നമ്മളെ തേടി വന്നില്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന ചിലരുണ്ട്. ഈ ഓന്തിൻ്റെ പൂട്ട് പെട്ടെന്ന് നിറം മാറും. അത് പലരുണ്ട്. 2021 ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച സരിനെയാണ് ഓർമ്മ വരുന്നത്. മറുകണ്ഠം ചാടി ഓന്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക സരിനെ തന്നെയാണ്. സരിന് ഇപ്രാവശ്യം പാർട്ടി സീറ്റ് കൊടുത്തില്ല, സരിന് മത്സരിക്കാനും പറ്റില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചു. അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. താൻ സീറ്റ് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ആ ഒറ്റയൊരു കാരണം കൊണ്ടാണ് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് സരിൻ മറുകണ്ഠം ചാടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഒറ്റപ്പാലത്ത് നിർത്തി സരിനെ മത്സരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു, പക്ഷേ സീറ്റ് കിട്ടില്ല. സരിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിലേക്ക് മറയാനാണ് സാധ്യത കൂടുതൽ. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ പാലക്കാട് നിന്ന് തന്നെ മത്സരിച്ച് MLA ആകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു സരിൻ. പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ. പത്മജ കരുണാകരൻ്റെ പുത്രി, പേരുകെട്ട വ്യക്തി. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചു. LDFിൻ്റെ തരംഗത്തിനിടയിൽ പത്മജ തോറ്റുപോയി. പാർട്ടിക്കാർ തന്നെ കാലുവാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജ BJPയിലേക്ക് പോകുന്നത്. ഈ പ്രാവശ്യവും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. അപ്പോഴും പതിവ് പല്ലവി തന്നെ പത്മജ ആവർത്തിക്കും, ഉറപ്പാണ്. തന്നെ കൂട്ടത്തിൽ നിന്ന് കാലുവാരി എന്ന് പത്മജയുടെ സ്ഥിരം പല്ലവിയാണ്. അല്ലാതെ തനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് താൻ ജയിക്കാത്തത് എന്ന് പത്മജ ഒരിക്കലും പറയില്ല. അതുതന്നെയാണ് പത്മജയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് മക്കൾക്ക് തഴവ് വരാൻ സാധ്യതയില്ല. അവർ തഴമ്പ് ഉണ്ടാക്കി തന്നെ എടുക്കണം. അതുതന്നെയാണ് പത്മജയുടെ അവസ്ഥ. കരുണാകരൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് അനേകം സീറ്റുകൾ കിട്ടി, പക്ഷേ അവിടെ ഒന്നും പത്മജയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല. BJP വന്നിട്ടും ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് പത്മജ ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂരിലെ MLA പത്മജ വേണുഗോപാലായി മാറിയനെ. KP അനിൽകുമാർ 2021 തോന്നുന്നു KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ചാടി മറുകണ്ഠം ചാടി. കോഴിക്കോട് നിന്ന് അനിൽകുമാർ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു, പക്ഷേ മത്സരിച്ചില്ല, സീറ്റുമില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് അനിൽകുമാറിനെ പരിഗണിച്ചിരുന്നത് ഉറപ്പ്. തലമുട്ടയടിച്ച് വാർത്തകളിൽ പ്രാധാന്യം നേടിയ വ്യക്തിയാണ് ലതിക സുഭാഷ്. ലതിക സുഭാഷിനെ സംബന്ധിച്ച് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ലതിക മറുകണ്ഠം ചാടിയത്. കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ ലതിക തലമുട്ടയടിക്കുന്നതൊക്കെ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം NCPയിലാണെന്ന് തോന്നുന്നു ലതിക സുഭാഷ് ചേർന്നത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു. 8 നിലയിൽ പൊട്ടിപ്പോയി. 3-ാം സ്ഥാനത്തെങ്ങാണ്ടുമാണ് അന്ന് വന്നത്. അതിനുശേഷം ലതിക സുഭാഷിൻ്റെ കാര്യം പോലും കേൾക്കുന്നില്ല. ഇപ്പോഴും ലതിക സുഭാഷ് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു MLA ആയിട്ട് മാറിയത് 100% ഉറപ്പ്. മറ്റൊരു വ്യക്തിയാണ് പ്രശാന്ത്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ഇപ്പം വാർത്താ പ്രാധാന്യം നേടിയ പ്രശാന്ത് 2021 നെടുവങ്ങാട് എന്ന് മത്സരിച്ച് തോറ്റു എന്ന് കാരണത്താലാണല്ലോ മറുകണ്ഠം ചാടി. ഏതായാലും ഈ പ്രാവശ്യം സീറ്റ് കിട്ടും, ഇടതുപക്ഷം കൊടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും സീറ്റ് കിട്ടിയില്ല. തിരുവനന്തപുരത്ത് UDFകാർ ഭൂരിപക്ഷം സീറ്റുകൾ തൂത്തുവാരിയപ്പോൾ പ്രശാന്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും പ്രശാന്തിനും ഈ പ്രാവശ്യം MLA ആകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നെ മഹാനായൊരു വ്യക്തിയുണ്ട്, പല പ്രാവശ്യം MLA ആയി, പല പ്രാവശ്യം മന്ത്രിയായി. പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പ്രായമായപ്പോഴും MLA ആകാനും മന്ത്രിയാകാനും ഒക്കെ തോന്നിയപ്പോൾ മറുകണ്ഠം ചാടി. KV തോമസിനെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റമൊക്കെ കിട്ടി ഇങ്ങനെ സൂചിച്ചിരുന്നപ്പോഴാണ്
ഈ പ്രാവശ്യം സീറ്റ് കിട്ടുവാണെങ്കിൽ എറണാകുളത്ത് നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇടതുപക്ഷം കെ വി തോമസിന് സീറ്റ് കൊടുത്തില്ല. അങ്ങനെ കെ വി തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെയും കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിരുന്നെങ്കിൽ MLA ആകേണ്ട പല സ്ഥാനാർത്ഥികളും തങ്ങളുടെ അവസരം കളഞ്ഞു കുടിച്ചു. ജീവിതത്തിൽ പലപ്പോഴും രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ അവസരങ്ങളെ കിട്ടാൻ സാധ്യതയുള്ളൂ. അത് മുതലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധ്യത. ഈ രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കണം. രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുമ്പോൾ തനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, അതുകൊണ്ടാണ് തന്നെ എല്ലാവരും കൂടെ നെഞ്ചിലേറ്റുന്നത് എന്ന് ഒരു മനുഷ്യനും വിചാരിക്കരുത്. കാരണം ആ രാഷ്ട്രീയം അത് ഇടതുപക്ഷമായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും കേരള കോൺഗ്രസ് ആയാലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യാതൊരുവിധ വിലയുമില്ല. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കണം. ഒരുപക്ഷെ പാലക്കാട് നിന്ന് ഈ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പോലും വിജയ സാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പറഞ്ഞപ്പോൾ പാർട്ടി പുറത്താക്കിയപ്പോഴും UDFനോടൊപ്പം നിൽക്കാനാണ് ശ്രമിച്ചത്. ഭാവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേട്ടമാകാനാണ് സാധ്യത കൂടുതൽ. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് MLA സ്ഥാനങ്ങളും ഒക്കെ നൽകിയത് എൻ്റെ പാർട്ടിയാണ്. പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ മാറി നിൽക്കും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലോ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. MLA ആകാനുള്ള സാധ്യത ഉണ്ടായിട്ടും അത് കളഞ്ഞു കുളിച്ചവരെ പറ്റി ഇനിയും നീണ്ട ലിസ്റ്റുകളുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നിയ ചിലരെ മാത്രമേ ഞാൻ പ്രതിപാദിച്ചുള്ളൂ. ഏതായാലും അവർക്ക് എല്ലാവിധ രാഷ്ട്രീയ ഭാഗങ്ങളും നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ.